വഖഫ് ഭേദഗതി നിയമത്തിന് എതിരായി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ അവകാശ തർക്കം ഉന്നയിച്ച് ജംഇയ്യത്തുൽ ഉലമയെ ഹിന്ദ്. കപിൽ സിബൽ തങ്ങൾക്ക് വേണ്ടിയാണ് വാദിച്ചത് എന്നാണ് ജംഇയ്യത്തുൽ ഹിന്ദിന്റെ വാദം. ഇതിനെ പിന്തുണച്ച് നാഷണൽ ലീഗും രംഗത്ത് വന്നു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരായി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജികളിൽ അവകാശ തർക്കം ഉന്നയിക്കുകയാണ് ജംഇയ്യത്തുൽ ഉലമയെ ഹിന്ദ്. മുസ്ലിം ലീഗ് ഹർജി സമർപ്പിച്ചതിനു ശേഷം കോഴിക്കോട് കടപ്പുറത്ത് നടത്തിയ മഹാറാലിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തിരുന്നു. ഹർജി സമർപ്പിച്ചതിനെക്കുറിച്ചും കപിൽ സിബലിന്റെ ഇടപെടലും ലീഗ് നേതാക്കൾ പ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്തി. ഈ വഖഫ് ബില്ലിനെതിരായി ഇന്ന് സുപ്രീം കോടതിയിൽ കേസായിരുന്നു. കോഴിക്കോട്ട് ഈ റാലി നടക്കുമ്പോൾ തന്നെ വാർത്താ മാധ്യമങ്ങൾ നിങ്ങൾക്ക് ഒന്നുപോയി നോക്കാം, നമ്മൾ കൊടുത്ത കേസ്, ഇന്ത്യയിലെ പലരും കൊടുത്ത കേസ്, സംഘടനകൾ കൊടുത്ത കേസ് വെറുതെയാവുകയില്ല എന്ന് ഇന്നത്തെ സുപ്രീം കോടതിയുടെ നടപടികൾ കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടും. തൊട്ടു പിന്നാലെയാണ് തങ്ങളുടെ ഹർജിയിലാണ് കപിൽ സിബൽ സുപ്രീം കോടതിയിൽ വാദിച്ചതെന്ന അവകാശവാദവുമായി ജംഇയ്യത്തുൽ ഉലമയെ ഹിന്ദ് രംഗത്തെത്തിയത്. ഇതിനെ പിന്തുണയ്ക്കുന്നതായിരുന്നു നാഷണൽ ലീഗ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി NK അബ്ദുൽ അസീസിന്റെ പ്രതികരണം. അർഷദ് മദനി പ്രതിനിധീകരിക്കുന്ന പ്രസ്ഥാനം ജംഇയ്യത്തുൽ ഉലമയെ ഹിന്ദ് എന്ന പ്രസ്ഥാനമാണ്. അവരുടെ പ്രതിനിധിയായി, അവരുടെ വക്കീലായി വാദിച്ച കപിൽ സിബൽ ഞങ്ങളുടേതായി വാദിച്ചിരിക്കുന്നു, ഞങ്ങൾ അതിൽ വിജയിച്ചിരിക്കുന്നു എന്ന നിലയിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിന് പിന്തുണ നൽകാനോ ജംഇയ്യത്തുൽ ഉലമയെ ഹിന്ദിനെ തള്ളിപ്പറയാനോ സമസ്ത തയ്യാറായില്ല. വിവാദമാക്കേണ്ടതില്ലെന്നാണ് സമസ്തയുടെ നിലപാട്. സമസ്ത ആദ്യത്തെ 10 ലിസ്റ്റിൽ സമസ്തയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ എല്ലാ സംഘടനകളും കൊടുത്തിട്ടുണ്ട്. ചിലർ ലിസ്റ്റിലുണ്ട്, ചിലർ ലിസ്റ്റിലില്ല, സപ്ലിമെൻ്ററി ലിസ്റ്റിലാണുള്ളത്. അത് അങ്ങനെ വിവാദമാക്കേണ്ട വിഷയമൊന്നും അല്ല. പ്രസ്താവന ഇറക്കിയ ജംഇയ്യത്തുൽ ഉലമയെ ഹിന്ദ് തന്നെ പിന്നീട് ചർച്ചകളിൽ നിന്ന് പിൻവലിഞ്ഞു. കൂടുതൽ ചർച്ചകൾക്ക് ഇല്ലെന്നായിരുന്നു പ്രതികരണം. എന്നാൽ കപിൽ സിബലിനെ തന്നെ രംഗത്തിറക്കി മുസ്ലിം ലീഗ് വിവാദത്തെ പ്രതിരോധിച്ചു. സുപ്രീം കോടതിയാകട്ടെ വഖഫ് ഭേദഗതി നിയമം 2025 1-5 എന്ന രീതിയിലാണ് ഈ ഹർജികളെല്ലാം പരിഗണിക്കുന്നത്. ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.